chocolate. Yes, it's chocolate natural. You don't have a sugar. Okay. It's only natural. Alright, ഇവിടെ ചോക്ലേറ്റ് ടേസ്റ്റിംഗ് ഉണ്ട്. Thank you. Keep your spoon. If you want, you can try the different flavors. This is local made. Yes. Try one. Any other one? In this one. Something popular? In this one is pure honey. Pure honey. Yes, it's honey of the Mayambi. It's some Angry of the each other. flowers. Is the two or three flowers. We have honey with crocus. Any other chocolate? Do you want me to taste it? Yes, it's in this one. Can I get some? If you want, you can try the different Oh, products. this one? Yes, this is the chocolate. മെക്സിക്കോ നഗരത്തിൽ നിന്നു മാറി ഹുബിക്കു എന്നൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയുള്ള ഒരു ചെറുകിട കടയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചരിത്ര പ്രസിദ്ധിയാർജിച്ച ഒരു വലിയ സംസ്കാരം ഉറങ്ങുന്ന നാടാണ് മെക്സിക്കോ. നമ്മളിപ്പോൾ ചുവടുകൾ വയ്ക്കുന്നത് ഇവിടുത്തെ ഒരു മായൻ വില്ലേജിലേക്കാണ്. മെക്സിക്കോയിലെയും സെൻട്രൽ അമേരിക്കയിലെയും സ്വദേശികളായ ആളുകളിൽ നിന്ന് രൂപപ്പെട്ട ഒരു വലിയ സംസ്കാരമാണ് മായൻ കൾച്ചർ. ഇവിടുത്തെ വലിയ ഒരു ഭൂവിസ്താരത്തിൽ ഇത് വ്യാപിച്ചു കിടന്നിരുന്നു. മായൻ സംസ്കാരത്തിൻ്റെ ഭാഗമായി സ്വന്തമായി തനതായി കലണ്ടർ, എഴുത്ത് സംവിധാനം, ആർക്കിടെക്ചർ, ആർട്ട്, മെഡിസിൻ എന്നിവ അവർ സ്വയമായി ചിട്ടപ്പെടുത്തിയിരുന്നു. Conchaya. What is that? Sí, ¿quieres probar? Chicken? Sí. Chicken? No, No chicken. Only pork. es huevo. മായൻ സംസ്കാരത്തിൻ്റെ തനതായ രീതിയിലാണ് ഈ ഭക്ഷണ വിഭവങ്ങൾ പാകം ചെയ്തിരിക്കുന്നത്. വളരെയേറെ സങ്കീർണത നിറഞ്ഞതും ശ്രേണി വ്യവസ്ഥയിലുള്ളതുമായിരുന്നു ഇവരുടെ സാമൂഹിക ജീവിതം. മതപരമായ ഒരുപാട് ചടങ്ങുകളും ആരാധനകളും ആചാരങ്ങളും ഇവർ പിന്തുടർന്നു പോന്നിരുന്നു. മൃഗങ്ങളെയും മനുഷ്യജീവനെയും ബലി നൽകുക അല്ലെങ്കിൽ ജീവത്യാഗം ചെയ്യുക എന്നിങ്ങനെയുള്ള ദുരാചാരങ്ങൾ ഇവർ പിന്തുടർന്നു പോന്നിരുന്നു. എത്രമാത്രം വൈവിധ്യങ്ങളുള്ള ജീവിതങ്ങളാണ് ഓരോ നാട്ടിലും മനുഷ്യർ പിന്തുടർന്നു പോരുന്നത്. ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ പോലും അത്യന്തം സങ്കീർണമാണ്. കുറച്ചുനേരം അവിടെ ചെലവഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയായി. ഇത് ഒരുപക്ഷെ ഇവിടുത്തെ നൈറ്റ് പാർട്ടികൾ നടക്കുന്ന സ്ഥലമായിരിക്കാം. ഇവിടുത്തെ രൂപകൽപ്പനയുടെ സൂചനകൾ എന്നെ അങ്ങനെ ചിന്തിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും എനിക്കതിൽ പൂർണ്ണ നിശ്ചയമില്ല. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മൾ സെനോട്ടിലായിരുന്നു. ഭരണി പോലിരിക്കുന്ന ഇവിടുത്തെ ആ സെനോട്ടിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ കുളത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കൃത്യമായി പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ നിങ്ങളെ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. ഇങ്ങോട്ടേക്ക് ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കാം. ഇവിടെ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളോ ലിംഗവ്യത്യാസങ്ങളോ ഇല്ല. ആൺ പെൺ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും തന്നെ ഏകദേശം അർദ്ധനഗ്നരായി തന്നെയാണ് ഈ കുളത്തിലിറങ്ങുന്നത്. ജെൻഡർ വ്യത്യാസങ്ങളില്ലാത്ത ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളിലേക്ക് എത്തുവാൻ നമ്മുടെ നാടിന് ഇനിയും ഒരുപാട് മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. മതം, ജാതി, ലിംഗം, നിറം എന്നീ ഉപകരണങ്ങൾ കൊണ്ട് മാത്രം ലോകത്തെ വീക്ഷിക്കുന്ന മനുഷ്യർക്ക് ഇത്തരം നാടുകളിലുള്ള പുരോഗമനപരമായ തുല്യതയുടെ ആശയങ്ങളോട് എപ്പോഴും വളരെ വിരോധമായിരിക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. ഇവിടെ നിന്ന് മേലേക്ക് നോക്കിയാൽ ചെറിയൊരു വൃത്തത്തിലൂടെ ആകാശം കാണാം. നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ ഉപയോഗിക്കുന്ന വലിയ ഭരണികൾ പോലെ തന്നെയുണ്ട് ഇതിൻ്റെ രൂപം. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് കുളിക്കുന്നതിന് മുന്നോടിയായി കുളിക്കേണ്ടി വരിക എന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ജലം ഇവിടെയുള്ള ആളുകൾ കുടിക്കുവാൻ കൂടി ഉപയോഗിക്കുന്നതാണ്. പാശ്ചാത്യ സംസ്കാരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് അന്യരോടുള്ള അവരുടെ മര്യാദയാണ്. നമുക്ക് അന്യരായ മനുഷ്യരോട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ മര്യാദ എന്തെന്നാൽ അവരിലേക്ക് നമ്മുടെ ഇടപെടലുകൾ എത്താതിരിക്കുക അല്ലെങ്കിൽ ചെല്ലാതിരിക്കുക എന്നതാണ്. നമ്മുടെ സ്വകാര്യ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിലേക്കോ അല്ലെങ്കിൽ നമ്മളെ വിലയിരുത്തുവാനോ ഇവർ വരില്ല.
അവരുടെ ശ്രദ്ധ പൂർണ്ണമായും അവരുടെ കാര്യങ്ങളിലും അവരുടെ സമയം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിലുമായിരിക്കും. നാട്ടിലെ ആറ്റിലൂടെയും പുഴയിലൂടെയും കുളത്തിലൂടെയും ഒക്കെ ചെറിയ പ്രായത്തിൽ ചാടി നടന്ന് നീന്തി വീട്ടിൽ വന്ന് തല്ലി മേടിച്ചുകൊണ്ടിരുന്ന ഒരു ബാല്യമാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ അന്നത്തെ അറിവിൻ്റെ കോണിലോ ചിന്തയിലോ സ്വപ്നത്തിലോ പോലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെയുള്ള വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞൊരു സ്ഥലത്ത് വന്ന് ഇതുപോലെ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു കുളത്തിൽ അല്ലെങ്കിൽ ഒരു സെനോട്ടിൽ വന്ന് ഇതുപോലെ നീന്തുവാൻ സാധിക്കുമെന്ന്. മേലെയുള്ള ആ ദ്വാരത്തിൽ നിന്ന് വരുന്ന പ്രകാശമാണ് ഇവിടെയുള്ള ആകെ പ്രകാശത്തിൻ്റെ ഉറവിടം. ഈ കാഴ്ച വളരെയധികം സിനിമാറ്റിക്കായാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഈ സെനോട്ടിൽ എത്ര ആഴമുണ്ട് എന്നെനിക്ക് നിശ്ചയമില്ല. പക്ഷേ എന്തായാലും അത്യാവശ്യം നല്ല ആഴമുണ്ടാവണം. ഇവിടെ കുളിക്കുവാൻ ഇറങ്ങുന്ന ആളുകൾ സ്വന്തം റിസ്കിൽ വേണം ഇറങ്ങാൻ. ഇവിടെയുള്ള അതോറിറ്റിക്ക് അതിൽ പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളൊന്നും തന്നെയില്ല. ഇവിടം സന്ദർശിക്കാൻ വരുന്ന ആളുകൾ തീർച്ചയായും മെക്സിക്കൻ പെസോയോ ഡോളറോ കയ്യിൽ കരുതിയിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്കിവിടെ നിന്ന് ലൈഫ് ജാക്കറ്റുകളോ അല്ലെങ്കിൽ മറ്റു വസ്തുവകകളോ വാങ്ങുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ അപ്പോൾ സെനോട്ടിലെ കാഴ്ചകൾ അവസാനിപ്പിച്ച് മടങ്ങുകയാണ്. ഇനി ഞാൻ പോകുന്നത് ഇവിടെയുള്ള ടക്കീല ടേസ്റ്റിംഗ് ഷോപ്പിലേക്കാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മെക്സിക്കോ ടക്കീലയുടെ നാടാണ്. നമ്മുടെ നാട്ടിൽ പേരറിയുന്നതും പേരറിയാത്തതുമായിട്ടുള്ള എല്ലാ ചെടികളും തന്നെ ഇവിടെയും എനിക്ക് കാണാൻ സാധിച്ചു. മുൻപിൽ തന്നെ ടക്കീലയുടെ ഉത്ഭവവും ചരിത്രവും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. മെക്സിക്കോയിൽ കാണപ്പെടുന്ന ബ്ലൂ അഗാവെ എന്ന പ്ലാന്റിൽ നിന്നാണ് ടക്കീല രൂപപ്പെടുന്നത്. ഏകദേശം 40 മുതൽ 60% വരെയാണ് ഇതിൽ ആൽക്കഹോളിൻ്റെ കണ്ടന്റ് ഉണ്ടാവുക. ടക്കീലയുടെ ഫ്ലേവർ അത് നിർമ്മിക്കുന്ന പ്രദേശത്തുണ്ടാകുന്ന അഗാവെ പ്ലാന്റിൻ്റെ കണ്ടന്റ് അനുസരിച്ച് വ്യത്യാസപ്പെടുമെന്നാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ഉയർന്ന പ്രദേശത്തുണ്ടാകുന്ന അഗാവെ പ്ലാന്റുകൾ വളരെയധികം മധുരമുള്ളതായിരിക്കും. താഴ്ന്ന പ്രദേശം അതിനനുസൃതമായി വ്യത്യാസപ്പെട്ടിരിക്കും. ഇവിടെയുള്ള ടക്കീലകൾ നിർമ്മിക്കുന്നത് ഇവിടെ തന്നെയാണ്. അതിൻ്റെ പ്ലാന്റുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സ്ട്രോബെറി ഫ്ലേവർ ഉള്ളതുണ്ട്, ടക്കീല മാംഗോ ഫ്ലേവർ ഉള്ളതുണ്ട്, ക്ലാസിക് ഇങ്ങനൊക്കെ 11 മെക്സിക്കൻ. ഇതാ 11. How much? 11 peso. 11 peso. $2. കുറച്ചു നേരം അവിടെ ചിലവഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിച്ച് വീണ്ടും യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ പോകുന്നത് പിരമിഡിലേക്കാണ്, ആ വലിയ ചരിത്രമുറങ്ങുന്ന മണ്ണിലേക്ക്. നമുക്ക് ആ കഥകൾ അടുത്ത എപ്പിസോഡിൽ കാണാം. എന്നോടൊപ്പമുള്ള ഈ യാത്രയിൽ പങ്കാളികളാകുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.